ഹലോ ഫ്രണ്ട്സ്, മഴത്തൊരു മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അലീനയാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ നടന്ന് കാണുകയാണ്. എന്നിട്ട് കിച്ചണിൽ ചെല്ലുന്നുണ്ട്. കിച്ചണിൽ ചെല്ലുമ്പോൾ പൗലോസേട്ടനോടാണെങ്കിൽ കുക്ക് ചെയ്യുക. അപ്പോൾ അലീനയോട് ചോദിക്കും, എന്താ മോളെ, എന്താ വേണ്ടത്? എല്ലാം പറയും, ഒന്നും വേണ്ട, ഞാൻ ചുമ്മാ ഇങ്ങനെ കാണാൻ വന്നതാ. അലീന ചോദിക്കും, ഇവിടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ എങ്ങനെ? എല്ലാം പറയും, ഇവിടെ അങ്ങനെ ഗസ്റ്റൊന്നും വരാറില്ല, ഇപ്പോൾ മോളാ വന്നത്. അഥവാ ഗസ്റ്റ് ആരെങ്കിലും വരുവാണെങ്കിൽ മുൻകൂട്ടി കേണൽ സാബു പറയും. അന്നേരം ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും. ഇവിടെ എല്ലാത്തിനും ഓരോ സമയമുണ്ട്. ആ സമയം അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും. മോൾക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. പറയും, എനിക്ക് കഴിക്കാനോ ഒന്നും വേണ്ട, ഇതൊക്കെ ഒന്ന് നോക്കി കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാ എന്ന് പറയും. എന്നിട്ടാണെങ്കിൽ പൗലോസ് ചോദിക്കും, ഇതിനു മുമ്പ് എവിടെ ആയിരുന്നു? അത് പാലായിൽ. പാലായിൽ വീടാണോ? പറഞ്ഞല്ല, പാലായിലല്ല വീട്, ഞാനൊരു ഓർഫനേജിലായിരുന്നു. അതെവിടെ? പാലായിലാണോ? അല്ല, അത് തിരുവനന്തപുരത്താണ്. ഞാൻ അവിടുന്ന് പാലായി വന്നതാ. അപ്പോൾ കൂടെ വന്ന ആളാരാ? കൂടെ വന്നത് എൻ്റെ അച്ഛനാ. അച്ഛനോ? അപ്പോൾ പൗലോസ് സംശയിച്ച് ചോദിക്കും, അച്ഛനോ? അതെ, എൻ്റെ കൂടെ വന്നത് എൻ്റെ അച്ഛനും കേണൽ സാബിൻ്റെ പപ്പയുവാ എന്ന് പറയും. ഇപ്പോൾ ഒരാകെ കൺഫ്യൂഷൻ പോലെ. കഴിഞ്ഞ് സ്റ്റാൻലി ജോസഫ് ആണെങ്കിൽ നമ്മുടെ ആൻ്റപ്പനെ വിളിച്ചിട്ട് ചോദിക്കും, ആൻ്റപ്പ, അലീനയെ കൊണ്ടുവന്നത് ഇവിടെ ആരാ? അത് പാലക്കാരൻ. ഇവിടെ മണ്ട, അലീനയെ ഇവിടെ കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചത്. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാം അലീനയെ കൊണ്ട് കാണിക്കണമെന്ന്. അലീന ഇവിടെ വന്ന് എൻ്റെ റൂമിൽ കതവ് തുറന്ന് നോക്കി. അപ്പോൾ പറഞ്ഞു, സാറേ, ഞാൻ വെളിയിലെല്ലാം കൊണ്ട് കാണിച്ചായിരുന്നു, ഇവിടെ വന്ന് നോക്കിയത് ഞാൻ കണ്ടില്ല. നമ്മൾ ആദ്യം ഒന്ന് താന്നു കൊടുത്തു കഴിഞ്ഞാൽ വക വെക്കത്തില്ല, അതുകൊണ്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്ന് കേണൽ പറയും. ആൻ്റപ്പൻ അന്നൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുക്കും. ആൻ്റപ്പൻ പറയും, ശരിയാ സാബേ, സാബിൻ്റെ തീരുമാനങ്ങളെ ഇവിടെ നടക്കാവൂ, അപ്പം അത് ആദ്യമേ മനസ്സിലാക്കി കൊടുക്കണം, സാബ് ചെന്നൊന്ന് പറഞ്ഞാരേ എന്ന് പറയും. അങ്ങനെ കേണൽ നമ്മുടെ അലീനയുടെ റൂമിൽ ചെന്നിട്ട് പറയും ഇവിടുത്തെ രീതികളൊക്കെ. റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫായിട്ട് സംസാരിക്കും. അപ്പോൾ അലീന അനുഭവിച്ച ഓരോ കഥകളങ്ങോട്ട് പറയുമ്പോൾ, അപ്പോൾ ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ സ്റ്റാൻലി ആണെങ്കിൽ പട്ടാളച്ചിട്ട എടുക്കാൻ വന്നത് അങ്ങ് നിർത്തും. അപ്പോൾ നമുക്കറിയാം, ഒന്നുകിൽ അലീന അവിടുന്ന് പോവോ, അതോ ഇനി സ്റ്റാൻലി പത്തി മടക്കി അലീനയ്ക്ക് അടിയറവ് പറയുമോ എന്താണ് നമുക്കിനി വഴിയെ കാണാം. അത് കഴിഞ്ഞ് നമ്മുടെ കടപ്പാട്ടൂരാണെങ്കിൽ വൈജാമാടം കവിയോടും കൃഷ്ണയോടും ചോദിക്കുക, രാത്രി 8:30 മണിയായി, നിങ്ങളുടെ അച്ഛൻ എവിടെ പോയടേ? എവിടെ പോയേക്കുവാ? അവളെ കൊണ്ട് രാവിലെ പോയല്ലയോ, ഇതുവരെയും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ബബി പറയും, ഞങ്ങളുടെ അച്ഛനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ലതായിട്ടറിയാം, അമ്മ ഇല്ലാത്ത കഥകളൊന്നും പറയണ്ട എന്ന് പറയും. കൃഷ്ണമോള് പറയും, ഞങ്ങൾക്ക് അച്ഛനെ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് അമ്മയാണ്. അമ്മ ഇനി എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? അതിനെയും മണ്ണ് തുരന്ന് നോക്കുന്ന പോലെ തുരന്ന് നോക്കിപ്പോണോ ചോദിക്കും. അപ്പോൾ വൈജാമാളം പറയും, നീ എന്തു വഴിയായി പറഞ്ഞത്? എന്തോ ഉദ്ദേശത്തോടടി പറഞ്ഞത്? എന്നിട്ട് ബബിയും കൃഷ്ണയും കൂടെ റൂമിൽ കയറിയാൽ പോകും. അപ്പോൾ വൈജാമാടം ഓർത്ത് നിൽക്കുക, അവളിനി ഈ പിള്ളേരോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഓർത്ത് നിൽക്കുന്നു. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.